5 യൂണിറ്റുകൾ, 15 ചാപ്റ്റേഴ്സ്, 2.5 മണിക്കൂറിൽ എഴുതി പിടിക്കേണ്ടത് 80 മാർക്ക്. ഈ 80 മാർക്കിൻ്റെ 4 ഭാഗവും ചോദ്യങ്ങൾ വരുന്നത് 6ഓളം ഗ്രാമർ ടോപ്പിക്കുകളിൽ നിന്നാണ്. SSLC ഇംഗ്ലീഷിൽ മുഴുവൻ മാർക്ക് നേടുക എന്നുള്ളത് അത്രമേൽ എളുപ്പമാവില്ല നിങ്ങൾക്ക് പലർക്കും. ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു Xylem, വെൽക്കം ബാക്ക് ടു ദ വേൾഡ് ഓഫ് ഇംഗ്ലീഷ്. ദിസ് ഇസ് നാസർ ഫാറുദ്ദീൻ, നിങ്ങളുടെ സ്വന്തം നാച്ചു സർ. പറഞ്ഞു വരുന്നത് ഇംഗ്ലീഷ് എക്സാമിനെ കുറിച്ചാണ്. 80 മാർക്കിൻ്റെ ഒരു പേപ്പറാണ്. 2.5 മണിക്കൂറിൽ വളരെ കൃത്യമായി കാര്യങ്ങൾ എഴുതി ഫലിപ്പിച്ച നിങ്ങൾക്ക് A+ സ്കോർ ചെയ്യേണ്ട ഒരു വിഷയം. എന്നാൽ നിങ്ങൾ SSLCയിലേക്ക് കടന്ന സമയത്ത് നിങ്ങൾ പ്രൈമറി ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന വിഷയങ്ങളിൽ ഒന്നായിരിക്കില്ല പലപ്പോഴും ഇംഗ്ലീഷ് എന്ന് എനിക്ക് സംശയമുണ്ട്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ടാവാം. കഥകളാണ്, കവിതകളാണ്, ഞാൻ വായിച്ച് മനസ്സിലാക്കിക്കോളാം, ഞാൻ എഴുതിക്കോളാം എന്നൊരു ഓവർ കോൺഫിഡൻസ് നിങ്ങൾ പല ആളുകൾക്കും ഉണ്ട്. എന്നാൽ അങ്ങനെയല്ല നിങ്ങൾ ആ സബ്ജക്റ്റിനെ ടാക്കിൾ ചെയ്യേണ്ടത്. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ഏത് സബ്ജക്റ്റ്, പ്രത്യേകിച്ച് അതൊരു ലാംഗ്വേജ് സബ്ജക്റ്റ് ആവുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ ബേസ്, അതിൻ്റെ സ്ട്രക്ചർ, അതിൻ്റെ ഫൗണ്ടേഷൻ ഉണ്ടായിരിക്കുക എന്നുള്ളത് അത്രമേൽ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഫോർ എക്സാമ്പിൾ ഞാനൊരു സെൻറ്റൻസ് പറയുകയാണ്, ഷീ ഡോണ്ട് നോ ദ ആൻസർ എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും തോന്നിയില്ലല്ലോ. എന്നാൽ ആ സെൻറ്റൻസ് ഗ്രാമാറ്റിക്കലി ഇൻകറക്റ്റ് ആണ്. കാരണം ഷീ എന്നുള്ളത് ഒരു സിംഗുലർ പ്രൊനൗൺ ആണ്, ഡു എന്നുള്ളത് ഒരു പ്ലൂരൽ ഓക്സിലറി വേർബാണ്. ഒരിക്കലും ഷീ ഡോണ്ട് നോ എന്ന് പറയില്ല, ഷീ ഡസൻ നോ എന്നേ പറയുള്ളൂ. ഇങ്ങനെ പല പ്രശ്നങ്ങളും നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങളുടെ പേപ്പറിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആദ്യത്തെ റൗണ്ടിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ലാംഗ്വേജിൻ്റെ, നിങ്ങളുടെ ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചറിൻ്റെ ഫൗണ്ടേഷൻ ഉറപ്പിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ എക്സാം സ്ട്രക്ചറിനെ കുറിച്ച് നല്ല ധാരണ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. 36 ചോദ്യങ്ങളാണ് നിങ്ങളുടെ ചോദ്യ പേപ്പറിൽ ഏകദേശം ഉണ്ടായിരിക്കുക. അതിൽ 35ഓളം മാർക്കിന് ഡിസ്കോഴ്സുകളിൽ നിന്ന് ചോദ്യങ്ങൾ വരും. ഡയറി, ലെറ്റർ, നോട്ടീസ്, റൈറ്റപ്പ്, നറേഷൻ. 5 മാർക്കിന് അപ്രിസിയേഷനിൽ നിന്നാണ് ചോദ്യം വരിക. സോ 40 മാർക്കിന് നിങ്ങൾക്ക് വളരെ കൃത്യമായി ഡിസ്കോഴ്സുകൾ എഴുതാനുണ്ടാവും. 20 മാർക്ക് ഞാൻ പറഞ്ഞു ഗ്രാമർ ചോദ്യങ്ങളിൽ നിന്നാണ്. നോക്കൂ, 80 മാർക്കിൻ്റെ 1/4 വരുന്നത് ഗ്രാമറിൽ നിന്നാണ്. 6 ടോപ്പിക്കുകളാണ് നിങ്ങളുടെ പരീക്ഷകളിൽ ചോദിക്കുക. റിപ്പോർട്ടഡ് സ്പീച്ച്, എഡിറ്റിംഗ്, ഫ്രേസൽ വെർബ്സ്, പ്രപ്പോസിഷൻസ്, നൗൺ ഫ്രേസ് ആൻഡ് വെർബ് ഫ്രേസ്, കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ. ഈ 6 ടോപ്പിക്കുകളും ഓരോ ടോപ്പിക്കുകളും വളരെ കൃത്യമായി നിങ്ങൾ പഠിച്ചു പോകേണ്ടതുണ്ട്. അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ഓരോ ചാപ്റ്ററുകളെ കുറിച്ചും വളരെ കൃത്യമായിട്ടുള്ള ഒരു നറേഷൻ നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കുക. ഏത് ഡിസ്കോഴ്സുകൾ ചോദിച്ചു കഴിഞ്ഞാലും ഒരു ബേസ് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കുമ്പോൾ ബാക്കിയുള്ള എല്ലാ ഡിസ്കോഴ്സുകളെയും വളരെ കൃത്യമായി ടാക്കിൾ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. അപ്പോൾ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ ചോദ്യം ഇതാണ്, സർ ഇതിന് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, ഞങ്ങൾ എങ്ങനെയാണ് ആരംഭിക്കേണ്ടത്? ഉറപ്പായും നിങ്ങൾ മറ്റേത് വിഷയത്തിന് കൊടുക്കുന്ന അതേ ഇമ്പോർട്ടൻസ് ലാംഗ്വേജ് എന്നുള്ള രീതിയിൽ ഇംഗ്ലീഷിനും കൊടുക്കണം. കാരണം നിങ്ങൾക്ക് മുഴുവനുള്ള 10 സബ്ജക്റ്റുകളിൽ 3 80 മാർക്കിൻ്റെ പേപ്പറിൽ ഒന്നാണ് ഇംഗ്ലീഷിൽ. അതിൽ മുഴുവൻ മാർക്ക് സ്കോർ ചെയ്യുക എന്നുള്ളത് എളുപ്പമാവില്ല നിങ്ങൾക്ക് പല ആളുകൾക്കും. കാര്യം വളരെ സിമ്പിളാണ്. നിങ്ങൾ എഴുതുന്ന സമയത്ത് നിങ്ങളുടെ സെൻറ്റൻസ് സ്ട്രക്ചറിൽ തെറ്റാൻ സാധ്യതയുണ്ട്. ഡിസ്കോഴ്സുകളുടെ ഫോർമാറ്റുകൾ അറിയാതെ നിങ്ങൾ ബുദ്ധിമുട്ടാൻ സാധ്യതയുണ്ട്. ഗ്രാമർ ചോദ്യങ്ങളെ കൃത്യമായി ടാക്കിൾ ചെയ്യാൻ പറ്റാതിരിക്കാം. ഇതൊക്കെ നിങ്ങൾ നേരത്തെ തീരുമാനിച്ച് നേരത്തെ പ്രിപ്പയർ ചെയ്ത് റെക്ടിഫൈ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആദ്യത്തെ കാര്യം നമ്മുടെ ഗ്രാമറിൻ്റെ ഫൗണ്ടേഷൻ ഉറപ്പിക്കുക എന്നുള്ളതാണ്. നമ്മളിപ്പോൾ Xylemത്തിൻ്റെ അസ്ത്ര ബാച്ചിൽ ആദ്യത്തെ ക്ലാസ്സുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്ങനെ നമുക്ക് ഈ ഫൗണ്ടേഷൻ ഉറപ്പിക്കാം, ഏത് രീതിയിൽ സെൻറ്റൻസുകൾ കൺസ്ട്രക്ട് ചെയ്യണം എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം റൈറ്റിംഗ് പ്രാക്ടീസാണ്. നിങ്ങൾക്ക് റൈറ്റിംഗ് പ്രാക്ടീസ് ചെയ്തു തുടങ്ങണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യം ഉണ്ടായിരിക്കേണ്ടത് എല്ലാ ചാപ്റ്ററുകളെക്കുറിച്ചുള്ള വളരെ ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഐഡിയ ആണ്. ഈ പറഞ്ഞ ടോപ്പിക്കുകളൊക്കെ കോംപ്രിഹെൻസീവായി കവർ ചെയ്യാൻ വേണ്ടി Xylemത്തിൻ്റെ അസ്ത്ര ബാച്ചുകളിലെ ക്ലാസ്സുകൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഓൾറെഡി ജോയിൻ ചെയ്ത കുട്ടികളാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ആ ക്ലാസ്സുകൾ സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്, എങ്ങനെയാണ് ഗ്രാമറിൻ്റെ ഫൗണ്ടേഷൻ ക്ലാസ്സുകൾ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ നിങ്ങൾക്കറിയാം. ഇനിയും നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, Xylemത്തിൻ്റെ അസ്ത്ര ബാച്ചിൽ ജോയിൻ ചെയ്യാം. എല്ലാ വിഷയങ്ങളിലും നമുക്ക് A+ വാങ്ങണം. അതിൽ 80 വാങ്ങാൻ പോകുന്ന ഒരു വിഷയം ഇത്തവണ ഇംഗ്ലീഷ് ആയിരിക്കും. വരൂ, നമുക്ക് ഒരുമിച്ച് പഠിക്കാം.